എൻ്റെ വളർത്തുമകനാണ് രാഹുൽ ദാസ് എന്ന കിച്ചു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു 5 മാസം മുന്നേ വരെ ആ ഒരു ബന്ധം നല്ല ദൃഢമായിട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധം. എന്തുവാകട്ടെ, ചിലപ്പം അതിനകത്ത് അസ്വാരസ്യങ്ങൾ കാണുമായിരിക്കും. ഇതെല്ലാം മറന്നുകൊണ്ടും എല്ലാം ക്ഷമിച്ചുകൊണ്ടും തന്നെയാണ് ഞാൻ പോകുന്നത്. അന്നും ഈ 5 മാസം മുന്നേ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വളർത്തുമകൻ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് പല കറുത്ത കൈകളും ചേർന്നു. അങ്ങനെ തന്നെ പറയും, ഈ വ്ളോഗർ, ഈ സ്ത്രീ അവരുടെ വീട്ടിൽ പോവുക, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോവുകയും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഈ വളർത്തുമകനും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു സ്ത്രീ എന്നെ ഈ അപമാനിക്കുന്നതും എന്നെ ഈ ദ്രോഹിക്കുന്നതും. ഇതെല്ലാം എൻ്റെ വളർത്തുമകനും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യം. ഇന്ന് വരെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഒരു നെഗറ്റീവും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കിന്ന് പറയണം. ഇനി ഇതിൻ്റെ പേരിൽ ഇനി വിവാദം ഉണ്ടായാലും, ഇതിൻ്റെ അടിയിൽ വന്ന് നെഗറ്റീവ് കമൻസ് കൊണ്ട് എന്നെ മൂടിയാലും, എന്നെ ശപിച്ചാലും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകൾ എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ താഴെ വീഴത്തില്ല. എനിക്ക് പറയണം, ഈ സ്ത്രീ അന്ന് ഈ വീട്ടിൽ വന്നപ്പം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പം, ഇവരെന്തുകൊണ്ട് അവരെ സൽക്കരിച്ച് അതിനകത്ത് കയറ്റി? എന്നിട്ട് വലിയ വായിൽ പോസ്റ്റ് ഇട്ടല്ലോ, കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ എന്ന്. ആർക്ക് കുരു പൊട്ടാനാ? എനിക്കെന്ത് കുരു പൊട്ടാനാ? 11 വയസ്സിൽ തള്ള പോലും, സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു, പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ സ്നേഹിച്ച് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല 11 വയസ്സുള്ള ആ കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 17, ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്ന് ക്ഷമിച്ചു ഞാൻ മുന്നോട്ട് പോയതാണ്. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇത്രയൊക്കെ അറിയാം. എന്നെ പലപ്പോഴും ദ്രോഹിച്ച് ഈ സ്ത്രീയെ വീട്ടിൽ കയറ്റി ഇരുത്തണമെങ്കിൽ ഇവരെന്തുകൊണ്ട് എന്നെ അപ്പം എന്താണ് ഇവർ മനസ്സിലാക്കി? ഇവരൊന്ന് ചിന്തിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണം. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണമായിരുന്നു. എൻ്റെ മകൻ്റെ, അല്ലെങ്കിൽ ഞങ്ങളുടെ സുധിയുടെ ഭാര്യയാണ് അവൾ. ഒന്നും വേണ്ട, അവൻ്റെ കുഞ്ഞിൻ്റെ ആ ഒരു അമ്മയും കൂടാണ്. ആ രാഹുൽദാസ് മാത്രമല്ല സുധിക്ക് മകൻ, മൃദുൽദാസും ഉണ്ട്. ചിന്തിക്കണമായിരുന്നു. ഒന്നും ആകട്ടെ, അവർ കയറി വന്നെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞു വിടണമായിരുന്നു അവരെ. നിങ്ങൾ എൻ്റെ മരുമകളെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നതാണ്, അല്ലെങ്കിൽ രേണുവിനെ പറ്റി നിങ്ങൾ എന്തിനാ വെറുതെ കുടുംബം കലക്കുന്നത്? ആ അമ്മയും മകനും ഇപ്പം മര്യാദയ്ക്ക് പോവല്ലേ ആ ബന്ധം? അന്ന് തൊട്ടാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. ഞാൻ എന്തായാലും എൻ്റെ ഇളയ മകനോട് ഞാൻ പറയുന്നില്ല, നീ അവരെ വേണ്ട ഇവിടെ വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇതുവരെയായിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ്റെ ഇഷ്ടം. അവൻ്റെ അപ്പൻ്റെ വീട്ടുകാരെ അവന് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഞാൻ തന്നെയല്ലേ ആ കുഞ്ഞിനെ നോക്കുന്നത്. ഇതൊക്കെ ഞാൻ മറച്ചു വെച്ചെങ്കിൽ ഞാൻ നല്ല കുറേ പാവം കമൻസ് വരും. അയ്യോ അവള് പാവം കൊണ്ടിട്ട് എനിക്ക് അരി മേടിക്കാൻ പറ്റുമോ? എനിക്ക് ആരെങ്കിലും കൊണ്ട് തരുന്നുണ്ടോ? തരാമെന്ന് പറഞ്ഞു ഒരുപാട് പേര്. ക്യാൻസർ ആയപ്പോൾ രേണുവിനെ സഹായിക്കാൻ ആര് തന്നേനോ തരാത്തേനോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നത്. എനിക്ക് ആരുടെയും ഒന്നും വേണ്ട. ആരോടും ഞാൻ ചോദിക്കുന്നുമില്ല. എന്നിട്ട് നാളെ പറയും, ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന എൻ്റെ പൈസ കൊണ്ടാണ്, അവള് ക്യാൻസർ വന്ന്. ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും തെറി കേട്ടിട്ട് ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, അതും കള്ളത്തരമാണെന്ന് പറയുന്നു. അപ്പം ഈ സ്ത്രീ അന്ന് ആ വീട്ടിൽ വന്ന് കയറിയോണ്ടായിരുന്നോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്? ഇവർക്ക് ഇത്ര അറിയത്തില്ലായിരുന്നു ആ സ്ത്രീ ഇന്ന പോലാണ്. ആരും വിവരമില്ലാത്ത ആൾക്കാരൊന്നും അല്ലായിരുന്നില്ല അവിടെ. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് ഇത്ര വ്യഗ്രത ഇടപെടാൻ? എനിക്കറിയില്ല. കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ എന്ന് ഇവരുടെ പോസ്റ്റാ. അതിന്റെ തലേന്നും കൂടെ എൻ്റെ വളർത്തുമകന് ഞാൻ പൈസ കൊടുത്തിട്ടിരിക്കുക. 500 200 രൂപ അല്ല ഞാൻ കൊടുത്തിട്ടുള്ളത്. 500 മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ഞാൻ പിന്നീടാണ് അറിയുന്നത്. ഈ പല വ്ളോഗേഴ്സിനെയും അല്ല. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ദാസിന് എന്തും പറയാം, അത് കുഞ്ഞ്, അവനെന്തും പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. രേണു സുധിയുടെ വീട്ടുകാർ, രേണു സുധി നികൃഷ്ട ജീവികൾ, വൃത്തികെട്ട ആൾക്കാർ, അങ്ങനെയാ. രേണു സുധിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. അന്നേരം പാവം കുഞ്ഞ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന കമൻസ് കണ്ടോണം. ഇപ്പോഴേ ഞാൻ പറയാം എന്തൊക്കെയാ വരുന്നതെന്ന്. അവൾ അവനെ ഇട്ടുകൊടുത്തതല്ല. പല കാര്യങ്ങളും ഞാൻ മൗനം പാലിച്ചിരുന്നു. ഇനി അങ്ങനെ മൗനം പാലിക്കുന്നില്ല. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ക്യാൻസർ വന്നിട്ട് എന്നെ തെറി പറയുന്നവർ തന്നെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. മൗനം പാലിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ചിത്ര, എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ആരും ഒന്നും കൊണ്ട് തരുന്നില്ല. എത്രയോ പേര് എനിക്ക് കൊണ്ട് ഞാനതൊക്കെ പിന്നീട് സംസാരിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലാവും ഞാൻ. ഋതപ്പന് 6 വയസ്സേ ഉള്ളൂ. അവൻ എന്തറിയാനാ? അവനൊന്നും അറിയത്തില്ല. പല കാര്യങ്ങളും ഞാൻ ആലോചിച്ച് ദൈവമേ, ഇന്നലെയും കൂടെ ഞാൻ ഈ കുഞ്ഞിന്
ഈ കുഞ്ഞിനെ വിളിച്ച് അല്ലെങ്കിൽ ഇവന് ഞാൻ സഹായമല്ല എൻ്റെ കടമ ഞാൻ ചെയ്തതല്ല. എന്നിട്ട് ഇവൻ എന്താ ഇങ്ങനെ ഇത്രേ അറിയത്തില്ലേ ഈ സ്ത്രീയുമായിട്ട്, ഈ സ്ത്രീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതാണ്. ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തല്ലോ ദൈവമേ, എനിക്ക് എന്തുമാത്രം വിഷമം. ഞാൻ അത് ആരെയും കാണിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ, ആരോടും പറഞ്ഞില്ല എനിക്ക് വിഷമമുണ്ടെന്ന്. ഞാൻ ചുമ്മാ അഭിനയിച്ച് കാണിച്ച് റീൽ ചെയ്ത് സന്തോഷം. പക്ഷെ ഞാൻ 11 വയസ്സ് തൊട്ട് ഞാൻ നോക്കിയതാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പൊക്കി പിടിക്കുന്നവരുണ്ടല്ലോ, ഈ 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എന്താണെന്നാ അമ്മ ഞാൻ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് ഇവൻ എന്താണ് അവിടെ പോയി നിൽക്കായിരുന്നത്? ഇന്ന് 22 വയസ്സുള്ള യുവാവാണ് അവൻ. ഇന്ന് പൈസ ഉണ്ട് ആവശ്യത്തിന്. അന്നൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാനുണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. എന്താണ് മനസ്സിലായി? എനിക്ക് വിഷമമുണ്ട്, ദണ്ണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാൻ പറയത്തില്ലായിരുന്നു ഇന്ന് വരെ. എൻ്റെ നാക്ക് ഒരു നെഗറ്റീവ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ പറ്റിയോ എൻ്റെ വളർത്തു മകനെ പറ്റിയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ട വന്നു. അത്ര ഞാൻ അനുഭവിച്ചു. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം, ആരുടെ വിഷമം തീർക്കട്ടെ എന്ന്. ആരുടെ വിഷമം രാഹുൽ ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുക. എന്തിനാണ് ഇനി ഇതിൻ്റെ ഇടയിൽ കമന്റ് വരട്ടെ? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. അതിന്റെ പേര് എന്നെ തൂക്കിക്കൊല്ലുവാണെ കൊല്ലട്ടെ എന്നേ കോടതി. കൊല്ലട്ടെ കോടതി, തൂക്കിക്കൊല്ലട്ടെ. ഈ ഇങ്ങനെ ഒരു ജീവിതത്തിനെക്കാളും നല്ലത് അത് തന്നെയാ. നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കാനായിട്ടുള്ള എന്തിനാ മോളെ തുറന്ന് സംസാരിക്കുക? 11 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? എല്ലാ കാര്യങ്ങളും അറിയാവുന്നില്ല. കുഞ്ഞു കൊച്ചൊന്നും അല്ലായിരുന്നല്ലോ ഒരു 17-18 വയസ്സിലൊക്കെ. ഞാൻ അനുഭവിച്ചതും അവൻ്റെ അച്ഛനും അമ്മയും ആയിട്ടുള്ള ഞാൻ അനുഭവിക്കുന്നതും കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു. അന്ന് ഒരു പട്ടിണി കിട്ടട്ടില്ല ഇവനെ. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, സുധിയും ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ ഈ കുഞ്ഞിനെ ഞങ്ങൾ പട്ടിണി കിട്ടട്ടില്ല, പിള്ളേരെ. അതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ എന്നിട്ട് കുറെ വ്ളോഗർമാർക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൽ കൂടെ എന്തെങ്കിലും പൈസ കിട്ടുമായിരിക്കും പൈസ. ഇനി ഇതിനെതിരെ എന്ത് വന്നാലും ഞാൻ തളരത്തില്ല. ഇതിനെതിരെ ഇപ്പൊ സോഷ്യൽ മീഡിയ വലിയ വിവാദം ഉണ്ടോ? അവള് കൊച്ചിനെ ഇട്ട് കൊടുത്തി. ഞാൻ ചോദിക്കട്ടെ, അവന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, എനിക്കും പറയണ്ടേ? എനിക്ക് പറയാനുണ്ടെന്നേ. പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കും? കാരണം ഇത്രയും എന്താ പറയാ, കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി ഓൾറെഡി കേട്ടു. അത് ഞാനായതുകൊണ്ട് എനിക്ക് മനസ്സിന്റെ ഒരു സാക്ഷിയുണ്ട്. മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം അതുകൊണ്ട്. അത് ഇദ്ദേഹത്തോടുള്ള ഒരൊറ്റ ഇതുകൊണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹം ജനിപ്പിച്ച രണ്ടാമതൊരു മകനുണ്ട്, ആരും അന്വേഷിക്കത്തെ, അല്ലെങ്കിൽ ആരും പേര് പറയാത്തൊരു മകനുണ്ട് ഇയാള് ജനിപ്പിച്ചേ. അങ്ങനെ എന്നെ പറയാ. ആ കൊച്ചിന് വേണ്ടിയിട്ടായിരിക്കും ഞാനിപ്പോൾ ചിത്ര പറഞ്ഞ പോലെ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ആ കുഞ്ഞിനും ഒരു ഭാവിയുള്ളതാ, അത് വളർന്നു വരേണ്ടതാ. അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും ഞാൻ മറച്ചു വെക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് നാളെ ഋതപ്പൻ വളർന്നു വരുന്ന ആ ഒരു ടൈമിൽ സോഷ്യൽ മീഡിയ കാണുമ്പോൾ അതിന് ചേച്ചി എന്തെങ്കിലും പേടിക്കുന്നുണ്ടോ? ഒരു പേടിയില്ല ചിത്ര. എനിക്ക് പറയാനുള്ള വാക്കുകൾ എന്നെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കുഞ്ഞ് ഇത്രയും ഉണ്ടെങ്കിലും അവൻ എന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എന്നെക്കാൾ അറിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഞാൻ ഈ എൻ്റെ മുടി ഇത് വിഗ്ഗാണ് ചിത്രക്കറിയോ. ഇത് കീമോ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കൺപീലി പോവും, നമ്മുടെ മുടി മുഴുവൻ പോവും, മുടിയെല്ലാം പൊഴിഞ്ഞു പോവും. ഇത് വിഗ്ഗാണ്, ഉണ്ട്, ഇത് വിഗ്ഗാണ്. എനിക്കിത് ഇങ്ങനെ കാണിക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. ചേച്ചി അത് ഇടൂ.